പിടഞ്ഞു വീണ് മരിക്കുകയും ഈ 1000 കോടി ഏകദേശം അനാഥത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. ഞാൻ ഇത്തരണത്തിൽ ഇവിടെ പറഞ്ഞു നിർത്തുന്നത് ഇതിനൊക്കെ തന്നെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല, അതിനൊരു പ്രതിഫലം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഞാൻ അതിന് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുക. കാരണം 2018 ഒരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ള സുപ്രീം കോടതി വിധികൾ വരുമ്പോൾ അത് ആ സ്റ്റേറ്റിന് നടത്തിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ആ സ്റ്റേറ്റിലെ സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ മറുപടി കൊടുക്കാൻ, ഇത് നടത്താൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നടത്താൻ പറ്റില്ല എന്ന് മറിച്ച് മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലായിരുന്നു അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ ഈ നമ്മുടെ കളിസ്ഥലങ്ങൾ ബാറ്റൻ കിട്ടിയ മാതിരി ആ ബാറ്റനും പിടിച്ചോടി. ഞാൻ അത്ഭുതപ്പെടുന്നത് എത്രയോ ഉപദേശകർ ഇവർക്കുണ്ട്, എത്രയോ ഉപദേശകരുണ്ട്. ഈ ഉപദേശികൾ എന്തിനിരിക്കുന്ന ആളുകളാണ്? ഒരു കുട്ടിക്ക് പോലും ഉപദേശം കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ഡിക്ലറേറ്റീവ് വേർഡിക്റ്റ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് നടത്തിക്കോളണമെന്ന് യാതൊരു നിബന്ധനയും ഇല്ല. അത് നടത്താൻ പറ്റുമെങ്കിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ, അല്ലാതെ നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. അതിന് പോലും ബുദ്ധിയില്ലാത്ത ഉപദേശകന്മാരുള്ള ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഇന്ന് ലോകത്തെവിടെയെങ്കിലും കാണുമെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിന്റെ പുറകിലുള്ള വിശ്വാസികൾ അവർ ജനനത്തില് അവരെ ഈ വിശ്വാസത്തിൽ പറഞ്ഞവരാണ്. ഈ കമ്മ്യൂണിസ്റ്റുകളായ അവിശ്വാസികളായ ആളുകൾക്ക് അന്തം കമ്മി എന്ന പേര് വന്നത് വെറുതെ അല്ല എന്ന് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തികൾ ഉണ്ടായത്. അതിനുശേഷം 2018 അയ്യപ്പനെ കയറി ചൊറിഞ്ഞതിന് ശേഷം അയ്യപ്പൻ കയറി മാന്തിയത് എന്റെ തലയിൽ നിൽക്കാത്തത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ലിസ്റ്റായിട്ട് വായിക്കുകയാണ്. 2018 ഡാം ഷട്ടർ തുറന്ന് നമ്മുടെ മണിമന്ത്രി ഉണ്ടാക്കിയിട്ടുള്ള മഹാവെള്ളപ്പൊക്കം 400 പേരാണ് മരിച്ചത്. 2018 നിപ്പ വന്നു. അപ്പൊ അതൊക്കെ പറയുമ്പോൾ ഇതും അതുമായിട്ട് യാതൊരു ബന്ധമില്ലാന്നായിരിക്കും പറയാം. ഇതൊക്കെ നമ്മൾ തരണം ചെയ്തു എന്നായിരിക്കും പറയാം. പക്ഷെ ഞങ്ങള് ഇതിനെ അയ്യപ്പന്റെ ശക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 2018 ഡാം ഷട്ടർ തുറന്നുണ്ടായിട്ടുള്ള മഹാവെള്ളപ്പൊക്കം 400 പേർ മരിച്ചു. 2018 നിപ്പ 17 പേർ മരിച്ചു. 2019 വയനാട്, ഇടുക്കി, മലപ്പുറം ജില്ലകൾ തുടരെ ഉണ്ടായ ഗുരുതരമായ മണ്ണിടിച്ചിൽ. 2019 പുത്തുമല, കവളപ്പാറ ഉരുൾപൊട്ടൽ, മരണം 17, മിസ്സിംഗ് 5. 2020 കോവിഡ് 1ാം തരംഗം, 2021 കോവിഡ് 2ാം തരംഗം, 2022 കനത്ത മഴ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി, 2023 അസാധാരണമായ മഴ, നദീപ്രളയം, തീരപ്രദേശങ്ങൾ കടൽക്ഷോഭം, 2024 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ, മരിച്ചത് 400 പേർ, മിസ്സിംഗ് 118, ഇഞ്ചുറി 307. 2024 അതിശക്തമായ വേനൽ ചൂട്, ജലക്ഷാമം, ചൂട് തരംഗം.